കോടതികളുടെ ഒരു ബ്രിട്ടീഷ് വിധേയത്വം അല്ലെങ്കിൽ സാമ്രാജ്യത്വ വിധേയത്വം അല്ലെങ്കിൽ വരേണ്യ വിധേയത്വം എല്ലാ കാലത്തും മനുഷ്യവിരുദ്ധമായി വർത്തിക്കുന്നതിൻ്റെ ധാരാളം അനുഭവങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. ഏറ്റവും ഒടുവിൽ ഉത്തരാഖണ്ഡ് ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസ് അവിടെ ചെന്നൊരു സബ് കളക്ടറെ വിചാരണ ചെയ്യും. ഡെപ്യൂട്ടി കളക്ടറെ വിചാരണ ചെയ്യുന്നു. എന്നിട്ട് ഇംഗ്ലീഷ് അറിയാമോ എന്ന് ചോദിക്കുന്നു. ഇംഗ്ലീഷ് എനിക്ക് നന്നായി ഡ്രാഫ്റ്റ് ചെയ്യാൻ കോംപ്രിഹെൻഡ് ചെയ്യാൻ അറിയാം, ഫ്ലുവൻ്റായിട്ട് സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് പറയുന്നു. ഫ്ലുവൻ്റായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റിയില്ലെങ്കിൽ താൻ എന്തിനാടോ കളക്ടറുടെ പണി ചെയ്യുന്നത് എന്ന് നമ്മുടെ നീതിപീഠത്തിലെ ഉത്തരവാദപ്പെട്ട ഒരു ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ചോദിക്കുന്നു. പിന്നെ ആരാണ് സാർ ഈ നാട്ടിലെ ബഹുസ്വരതയ്ക്ക്, ഈ നാട്ടിലെ തനതായ ജനതയുടെ മാതൃഭാഷകളോട് ഒന്നല്ലല്ലോ, ഈ ജനതയുടെ അടിസ്ഥാന സംസ്കാരത്തോട് കോടതികൾ നീതി കാണിക്കാത്ത കാലത്തോളം പിന്നെ എങ്ങനെയാണ് നമ്മുടെ നാട്ടിലെ സാധാരണ ജനങ്ങൾക്ക് നീതി കിട്ടുക? ഉത്തരാഖണ്ഡ് ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസിൻ്റെ ബെഞ്ചിൻ്റെ ആ നിരീക്ഷണം മിതമായ ഭാഷയിൽ പറഞ്ഞാൽ ജനാധിപത്യ വിരുദ്ധവും സംസ്കാര വിരുദ്ധവുമാണ്. അതിലൊരു കാര്യമുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഒരുപക്ഷെ അദ്ദേഹം ഒന്നും നോക്കിയിട്ടുണ്ടാവില്ല, മാതൃഭാഷകൾക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ വാദിച്ചിട്ടുള്ള ഒരാളാരാന്ന് വെച്ചാൽ മഹാത്മാഗാന്ധിയാണ്. അപ്പോൾ അതിലൊരാളുടെ ഇംഗ്ലീഷ് പ്രസംഗം നന്നായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഗാന്ധി പറഞ്ഞു, അദ്ദേഹം മാതൃഭാഷയിൽ പറഞ്ഞിരുന്നെങ്കിൽ അതിനേക്കാൾ എത്രയോ ഇരട്ടി കൂടി നന്നാകുമായിരുന്നു എന്നുള്ളതാണ്. ഇംഗ്ലീഷ് സാമാന്യത്തിലേറെ വഴങ്ങിയിരുന്ന ഒരാളാണ് മഹാത്മാഗാന്ധി. നന്നായി. പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികൾ മുഴുവൻ എഴുതിയിട്ടുള്ളത് ഗുജറാത്തിലാണ്. അതെന്താ കാര്യം എന്ന് വെച്ചാൽ, അതാണ് എൻ്റെ മാതൃഭാഷ എന്ന് പറഞ്ഞിട്ടാണ്. ഓരോ ജനതയ്ക്കും അവരുടെ മാതൃഭാഷയുണ്ടെന്നും അത് കൃത്യമായിട്ട് പാലിക്കപ്പെടേണ്ടതാണെന്നും ഉള്ള ഒരു വിശ്വാസത്തിൽ നിന്ന ഒരു മനുഷ്യനാണ് ഗാന്ധി. പക്ഷേ ഈ പറഞ്ഞ ജഡ്ജ് അതൊന്നും നോക്കിയിട്ടുണ്ടാകണമെന്നില്ല, അല്ലെങ്കിൽ അദ്ദേഹം ഇങ്ങനെ ഒരു കാര്യം പറയുമായിരുന്നില്ല. കാരണം ഒരു കാരണവശാലും അത് അനുവദിക്കാൻ പാടില്ലാത്ത ഒന്നാണ്. ഇയാൾക്ക് നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയാമോ എന്ന് ചോദിക്കുന്നു. ഒന്നാമത്തെ കാര്യം, ഇംഗ്ലീഷാണ് ഈ കാര്യങ്ങളൊക്കെ അറിയാനുള്ള ഏറ്റവും നല്ല കാര്യം എന്നുണ്ടെങ്കിൽ ഏറ്റവും നന്നായിട്ട് ഇംഗ്ലീഷ് അറിയാവുന്നത് ഇംഗ്ലണ്ടിലെ തൂപ്പുകാർക്കും ബാർബർമാർക്കും ഒക്കെ നന്നായിട്ട് ഇംഗ്ലീഷ് അറിയാം. അപ്പോൾ ഇംഗ്ലീഷ് അറിയാം എന്നുള്ളത് ഒരു യോഗ്യതയാണ്, ഒരിക്കലുമല്ല. അപ്പോൾ ഇതെന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കോടതികളിൽ ഇന്നും നിലനിൽക്കുന്ന യൂറോസെൻട്രിക് കാഴ്ചപ്പാടിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഈ ചീഫ് ജസ്റ്റിസിൻ്റെ ബെഞ്ച്. ഉത്തരാഖണ്ഡ് ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസിൻ്റെ ബെഞ്ച് നടത്തിയിരിക്കുന്ന ഈ നിരീക്ഷണം. ഒരിക്കലും ഒരു ബെഞ്ച് അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു എന്നുള്ളതാണ്. ഇന്നലെ ഉന്നത വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ളൊരു സെമിനാർ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് RSSൻ്റെ സർസംഘചാലക് ആയിട്ടുള്ള മോഹൻ ഭാഗവത് പറഞ്ഞത്, ഏറ്റവും നല്ല വിദ്യാഭ്യാസം നമുക്ക് സാർത്ഥകമായിട്ട് കൊടുക്കണമെങ്കിൽ അത് മാതൃഭാഷയിലൂടെ ആയിരിക്കണം എന്നുള്ളതാണ്. നല്ല നിരീക്ഷണം. അത് മാതൃഭാഷയിലൂടെ കൊടുക്കണം എന്നുള്ളതാണ്. അങ്ങനെ ഇന്ത്യയുടെ സംസ്കാരത്തിൽ അതിന് വേണ്ടത്ര രീതിയിൽ അത് പരിഗണിക്കുകയും അതിൽ മാറ്റം വരുത്തുകയും ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയും ഇന്ത്യൻ ജനതയെ ഒരുമിപ്പിച്ച് കൊണ്ടുപോകാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുള്ള എല്ലാ രാഷ്ട്രീയ നേതാക്കളും എപ്പോഴും ആവശ്യപ്പെട്ടിട്ടുള്ളതും എപ്പോഴും ചിന്തിച്ചിട്ടുള്ളതും ഈ മാതൃഭാഷയുടെ പ്രാധാന്യത്തെക്കുറിച്ചാണ്. തീർച്ചയായിട്ടും. പക്ഷെ നമ്മുടെ ഭരണഭാഷ മാറണമെന്ന് വാദിക്കുമ്പോഴും കോടതി ഭാഷ വ്യാപകമായി അതാ ഞാൻ പറഞ്ഞു വരുന്ന, ഇവരിപ്പോഴും യൂറോസെൻട്രിക്കാണ്. അതായത് എന്തുകൊണ്ടാണ് ഇന്ന് വരെ ഇന്ത്യൻ ജൂറിസ്പ്രൂഡൻസ് എന്ന് പറഞ്ഞൊരു സാധനം ഇവർ രൂപീകരിച്ചിട്ടില്ല സാർ? ഇതുവരെ ഇല്ല. അവിടെയാണ് കുഴപ്പം. ബേസിക്കായി സ്വാതന്ത്ര്യം കിട്ടി 70 വർഷമായിട്ടും, അല്ലെങ്കിൽ 78 കൊല്ലമായിരുന്നു, 78 കൊല്ലമായിട്ടും ഇന്ത്യയുടെ ജുഡീഷ്യറിയിൽ നിയമവിദ്യാഭ്യാസം പഠിപ്പിക്കുമ്പോഴും ആ നിയമത്തെ വ്യാഖ്യാനിക്കുന്നതിന് വേണ്ടി ഇരിക്കുമ്പോഴും ഇന്ത്യൻ ജൂറിസ്പ്രൂഡൻസ് ഇവർ അംഗീകരിച്ചിട്ടില്ല. കുട്ടികളെ പഠിപ്പിക്കുന്നില്ല. എന്നാൽ ഒരു കാര്യം എനിക്ക് ഇതുള്ളത്, ഇത് ഈ ഋതം എന്നാണ് ക്രമത്തിന്, ലോ ആൻഡ് ഓർഡർ എന്നുള്ളതിൻ്റെ ഇംഗ്ലീഷിൻ്റെ വൈദിക സംസ്കൃത ഭാഷ ഋതം എന്നാണ്.
ഋഷിയുടെ റ, ഋതം. ഋതം. ആ ഋതം അമ്പരയായവൾ എന്ന നിലക്കാണ് ഋതാംബര വന്നത്. പക്ഷേ ഇവിടെ മലയാളത്തിൽ റീതാംബര എന്നാണ് എഴുതിക്കൊണ്ടിരുന്നത്. അത് അറിയില്ല, അത് ഇംഗ്ലീഷിൽ നിന്ന് വന്നതുകൊണ്ട് കുഴപ്പമാണ്. ഋതമാണ്. ഋതം എന്ന് പറഞ്ഞാൽ ക്രമം എന്നാണ് അർത്ഥം. ഈ ഋതത്തെ ഉപനിഷത്തിൽ, ഇപ്പോൾ തൈത്തീരീയ ഉപനിഷത്തിൻ്റെ ശാന്തി മന്ത്രത്തിൽ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ത്വമേവ പ്രത്യക്ഷം ബ്രഹ്മ, ഋതം ബ്രഹ്മ, സത്യം ബ്രഹ്മ. ഇത് പറയുന്നുണ്ട്. എന്നുവെച്ചാൽ ഋതമാണ്. ഋതം എന്ന് പറഞ്ഞാൽ നിയമവ്യവസ്ഥ, പ്രപഞ്ചത്തിൻ്റെ നിയമവ്യവസ്ഥയാണ്, ഒരു നിയമവ്യവസ്ഥയല്ല. അത് പ്രപഞ്ച നിയമവ്യവസ്ഥയാണ്. ആ പ്രപഞ്ച നിയമവ്യവസ്ഥയിൽ നിന്ന് ഭിന്നമോ അന്യമമായ ഒരു സാമൂഹിക നിയമമോ രാഷ്ട്രീയ നിയമമോ വ്യക്തി നിയമമോ നിലനിൽക്കുന്നില്ല എന്നാണ് ഇന്ത്യയുടെ സങ്കല്പം. ഈ ഋതം എന്ന വാക്ക് ഋഗ്വേദത്തിൽ 390-ലേറെ തവണ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. അതും മനസ്സിലാക്കണം. ഇനി അതിൽ തന്നെ എനിക്കൊരു ഇതുള്ളത്, ഈ സംസ്കൃതം പഠിക്കുകയും വേദം പഠിക്കുകയും വേദത്തിന് അധികാരികളായിരിക്കുകയും ചെയ്തിട്ടുള്ളവരാണ് ജുഡീഷ്യറി കയ്യിലെ തലപ്പത്തെത്തിയിട്ടുള്ളവരിൽ 90% പേരും. അവർക്കിത് അറിയാവുന്നവരാണ്. പക്ഷെ അവരാരും തന്നെ ഒരു ഇന്ത്യൻ ജൂറിസ് പ്രൂഡൻസിനെ കുറിച്ച് ആലോചിക്കുകയോ അത് പറയുകയോ ചെയ്തിട്ടില്ല. ആനുഷംഗികമായിട്ട് പറയട്ടെ, ആദ്യമായി ഇൻട്രൊഡക്ഷൻ ടു ഇന്ത്യൻ ജൂറിസ് പ്രൂഡൻസ് എന്ന് പറയുന്ന ഒരു പുസ്തകം എഴുതിയ ആളോടാണ് അങ്ങ് എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും അത് പ്രസിദ്ധീകരിക്കാൻ പോകുന്നേ ഉള്ളൂ. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അമൃത സ്കൂൾ ഓഫ് ലോയിൽ തുടങ്ങിയിട്ട് അവിടെ ഇത് തുടങ്ങണം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അമ്മ എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് ഈ സനാതന ധർമ്മത്തെ ആസ്പദമാക്കിയുള്ള നിയമത്തെക്കുറിച്ച് കുട്ടികളെ പഠിപ്പിക്കണം, അതിനുള്ള ഒരു പുസ്തകം എഴുതി ഉണ്ടാക്കാൻ പറഞ്ഞ്. അങ്ങനെ ഞാൻ അന്വേഷിച്ച് പോയപ്പോഴാണ് ഞാനിതെല്ലാം കണ്ടെത്തിയത്. ഇവരാരും ഒന്നും ചെയ്തിട്ടില്ല. ഇവർ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്ന് ഗ്രീക്കിൻ്റെ ജൂറിസ് പ്രൂഡൻസ്, റോമിൻ്റെ ജൂറിസ് പ്രൂഡൻസ്, ദെൻ യൂറോപ്യൻ ജൂറിസ് പ്രൂഡൻസ് ഹെഡഡ് ബൈ തോമസ് ഹോബ്സ്, ജോൺ ലോക്ക്, പിന്നെ റൂസോ, ബെന്താം. കഴിഞ്ഞു. ഇന്ത്യനില്ല. ഇതാണ് അതിൻ്റെ സ്വാധീനത്തിൽ വന്നതുകൊണ്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയുകയും ഇംഗ്ലീഷിൽ കാര്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പറയുകയും ചെയ്യുന്നത് തങ്ങൾക്ക് ജീവിതത്തിൽ കൈവരിക്കാൻ കഴിയുന്ന പരമപദമാണ് എന്ന് തെറ്റിദ്ധാരണയുടെ പേരിലാണ് ഈ ജഡ്ജ്മെൻറ്റിൽ ഇത്തരം ജനവിധികൾ വരുന്നത്. കാരണം ഒരു കാര്യം ഉറപ്പല്ലേ, നിങ്ങൾക്ക് ചിരിക്കാനും കരയാനും കഴിയുന്ന ഭാഷ ഏതാണ്? തീർച്ചയായിട്ടും മാതൃഭാഷയാണ്, തർക്കമൊന്നുമില്ല. ഒരാൾക്കും ഇംഗ്ലീഷിൽ കരയാൻ പറ്റുമോ? ഇല്ല, അങ്ങനെ കരച്ചിലില്ല. ഇംഗ്ലീഷിൽ ചിരിക്കാനും പറ്റില്ല. മലയാളിയുടെ ഹൃദയത്തിനും മലയാളിയുടെ ഹൃദയമിടിപ്പിനും മലയാളിയുടെ നടത്തത്തിനും അവൻ്റെ ഉറക്കത്തിനും ഒക്കത്തിനും ഒരു താളമുണ്ട്. ആ താളത്തിൽ രൂപപ്പെട്ടു വരുന്നതാണ് അവൻ്റെ മാതൃഭാഷ. കറക്റ്റ്. ഈ മാതൃഭാഷ എന്ന് പറയുന്നത് ഇപ്പോൾ മലയാളം മാത്രമല്ല നമ്മുടെ മാതൃഭാഷ. ഓരോ പ്രദേശത്തും അതിൻ്റെ മലയാളമുണ്ട്, അതിൻ്റെ വേർഷനുണ്ട്. അതൊരു കോണ്ടെക്സ്ച്വൽ എക്സ്പ്രഷൻ ഓഫ് ദ പീപ്പിൾ ഓഫ് ദാറ്റ് പർട്ടിക്കുലർ ഏരിയ. അതാണ് അതിൻ്റെ മാതൃഭാഷയായിട്ട് വരുന്നത്. അവരുള്ളൊരു സ്വാഭാവികമായിട്ട് രൂപപ്പെട്ടു വരുന്നൊരു ഭാഷയാണത്. ബഷീറിന്റെ മാതൃഭാഷയല്ല സി.വി. രാമപിള്ളയുടെ മാതൃഭാഷ. രണ്ടുപേരും ഗ്രേറ്റ് റൈറ്റേഴ്സാണ്. തീർച്ചയായിട്ടും രണ്ടുപേരും ഗ്രേറ്റ് റൈറ്റേഴ്സാണ്. പക്ഷേ രണ്ടുപേരും എഴുതുന്ന രണ്ട് ഭാഷയിലാണ്. തീർച്ചയായും അതിലൊരു കുഴപ്പമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അത് അങ്ങനെയാണ്. അത് അങ്ങേർക്ക് അത് അങ്ങനെ രൂപപ്പെട്ടു വരുന്നു, ഇങ്ങർക്ക് ഇത് ഇങ്ങനെ രൂപപ്പെട്ടു വരുന്നു. അത് എന്താണെന്ന് വെച്ചാൽ അതൊക്കെ ഇവർ എഴുതുന്ന സമയത്ത് ബഷീർ എഴുതുമ്പോഴും സി.വി. എഴുതുമ്പോഴും എഴുത്തച്ഛൻ എഴുതുമ്പോഴും ഒക്കെ ഒരു ഗുണമുള്ള, ചങ്ങമ്പുഴ എഴുതുമ്പോഴൊക്കെ ഉള്ളൊരു ഗുണമുള്ള എന്താ വെച്ചാൽ അവരുപയോഗിക്കുന്ന വാക്കുകളും ഭാഷയും മാതൃഭാഷയായിട്ട് മാറുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി ഈ ഉത്തരാഖണ്ഡിൽ ഇരിക്കുന്ന ഈ പറയുന്ന ഇലക്ടറൽ ഓഫീസർ, അദ്ദേഹം സ്റ്റേറ്റ് സർവീസിൽ നിന്ന് വന്ന് പ്രൊമോഷൻ കിട്ടി വന്ന ഒരാളാണ്. അദ്ദേഹം ഡെപ്യൂട്ടി കളക്ടറാണ്. അദ്ദേഹത്തെ ഇലക്ടറൽ ഓഫീസറായിട്ട് വെച്ചേക്കാണ്. അദ്ദേഹം സംവദിക്കുന്നത് ഇംഗ്ലീഷ് അറിയാവുന്നവരോടല്ല. അദ്ദേഹത്തിന് ജോലി ഏറ്റവും ഭംഗിയായി ചെയ്യുന്നുണ്ടാവും. അതെ. കാരണം അദ്ദേഹം സംവദിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഭാഷ അറിയാവുന്നവരും ഇംഗ്ലീഷ് അറിയാത്തവരോടുമാണ്. അതെ, തീർച്ചയായിട്ടും. അദ്ദേഹത്തിന് ഇംഗ്ലീഷ് കേട്ടാൽ മനസ്സിലായാൽ മതി. അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. അപ്പോൾ ഒരാളുടെ മാതൃഭാഷ അയാൾക്ക് ഇംഗ്ലീഷ് അറിയില്ല എന്നുള്ളതിൻ്റെ പേരിൽ ഒരു കോടതി
ഒരു മനുഷ്യനെ അധിക്ഷേപിക്കുക എന്നൊക്കെ പറഞ്ഞാൽ എന്തൊരു മര്യാദകേടാണത്. തീർച്ചയായിട്ടും. സാറിന്റെ പുസ്തകം വരട്ടെ. ഈ പുസ്തകം ആദ്യം അയച്ചു കൊടുക്കേണ്ടത് ഉത്തരാഖണ്ഡ് ഹൈക്കോടതിയിലേക്ക്. ഇല്ല, ഞാൻ കൊടുക്കാൻ തീരുമാനിച്ചിട്ടില്ല. ഇത് എന്നാ ഇറങ്ങുന്നത് സാർ ഈ പുസ്തകം? ഇതിപ്പോൾ പ്രിന്റ് ചെയ്ത് എല്ലാം കഴിഞ്ഞ് ഇപ്പോൾ പ്രിന്റ് ചെയ്തിട്ട് ഇറങ്ങണം. നല്ല സമയത്ത് ഈ ഒരു വാർത്ത മുൻനിർത്തി ആ പുസ്തകത്തിന്റെ പ്രൊമോഷൻ കൂടി ആകട്ടെ സാറിന്റെ ഈ പുസ്തകത്തിൽ. അല്ല, ആദ്യം എനിക്ക് അത്ഭുതം തോന്നിപ്പോയി. കാരണം ഞാനപ്പോൾ എന്താ വിചാരിച്ചെന്ന് വെച്ചാൽ, അമ്മ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ വിചാരിച്ച എന്താണെന്ന് വെച്ചാൽ, ഈ ഇന്ത്യൻ ജൂറിസ്പ്രുഡൻസിൻ്റെ പുസ്തകങ്ങളൊക്കെ എടുത്തു വെച്ചിട്ട് അതൊക്കെ നോക്കിയിട്ട് ഏതൊക്കെ ടോപ്പിക്കാണെന്ന് കണ്ടു കഴിഞ്ഞാൽ ആ ടോപ്പിക് വൈസ് വർക്ക് ചെയ്യാമല്ലോ എന്ന് നോക്കിയ സമയത്താണ് അങ്ങനെ ഒരു പുസ്തകവും ഇല്ല. ഇതൊരു ഐ ഓപ്പണർ കൂടിയാണ് സാർ. നമ്മളിപ്പോൾ രാജ്യത്ത് ഇന്ത്യനൈസേഷൻ ഏതൊക്കെ മേഖലയിൽ വേണം? ചരിത്രത്തിൽ മതിയോ, വിദ്യാഭ്യാസത്തിൽ മതിയോ? ആദ്യം വേണ്ടത് നീതിബോധത്തിലാണ്. പട്ടിണിപ്പാവങ്ങളായ, കാരണം ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, നമ്മുടെ സാധാരണ മനുഷ്യൻ്റെ നീതി അവന് കിട്ടുന്നത് കോടതികളിൽ നിന്നല്ല, പലപ്പോഴും പോലീസ് സ്റ്റേഷനിൽ നിന്നാണ്. സത്യം. കാരണം ഇവിടെ എത്ര പേർക്ക് ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും പോയി കേസ് നടത്താൻ കഴിയും? അഫോർഡബിളേ അല്ല. സത്യം. നീതി സാമ്പത്തിക ശ്രേണിക്കനുസരിച്ച് മാത്രം ലഭിക്കുന്ന ഒന്നായിട്ട് മാറുകയാണ്. അതിന് പകരമായിട്ടാണ് ഈ മോഡി സർക്കാർ വന്ന സമയത്ത് ഒരു സജഷൻ കൊണ്ടുവന്നിരുന്നത്, നമുക്ക് നാട്ടും പുറത്ത് ഇത്തരം കാര്യങ്ങൾ സെറ്റിൽ ചെയ്യുന്നതിന് വേണ്ടി ഒരു സംവിധാനം ഉണ്ടാക്കണമെന്ന് പറഞ്ഞത്. കാരണം എന്ന് വെച്ചാൽ അവർക്ക് ഇങ്ങോട്ട് പോരാൻ പറ്റുമോ? ഇപ്പോൾ എറണാകുളത്തുള്ളവർക്ക് ഹൈക്കോടതിയിൽ പോയിട്ട് ഇത് കൊടുക്കാൻ പറ്റും, ചുരുങ്ങിയ പക്ഷേ ഒരു വക്കീലിന് കാശ് കൊടുത്താൽ മതി. കാസർഗോട്ടുകാരൻ എന്ത് ചെയ്യും? മലപ്പുറത്ത് അങ്ങ് ദൂരമുള്ളവൻ എന്ത് ചെയ്യും? 2 ദിവസം അവൻ്റെ ഇവിടെ വന്ന് അവൻ എന്ത് ചെയ്യാനായിട്ടാണ്? തീർച്ചയായിട്ടും. അപ്പോൾ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ഉത്തരാഖണ്ഡിൽ നിന്നുള്ള ഈ വാർത്ത അഹങ്കാരത്തിൻ്റെയും ധിക്കാരത്തിൻ്റെയും ജനാധിപത്യ വിരുദ്ധതയുടെയും വാർത്തയാണ്. ഈ വാർത്ത നമുക്ക് പലതരത്തിൽ നമ്മുടെ കണ്ണു തുറപ്പിക്കുന്നുണ്ട്. ഒപ്പം ഒരു സന്തോഷ വാർത്ത, ഇതുമായി ബന്ധപ്പെട്ട ഇന്ത്യൻ ജൂറിസ്പ്രുഡൻസ് എന്ന ഒരു പുതിയ സങ്കല്പം, പുതിയ കൺസെപ്റ്റ്, പുതിയതല്ല, ഇവിടെ ഓൾറെഡി അനിവാര്യമായ, നേരത്തെ ഉള്ളതാണ്. എന്നാൽ അത് നമ്മുടെ നിയമവിദ്യാഭ്യാസത്തിന്റെ ഭാഗമായിട്ട് എസ്റ്റാബ്ലിഷ്മെന്റിലേക്ക് ഒന്നും വന്നിട്ടില്ലാത്ത ഒരു സംവിധാനത്തെ പുതുതായി തീർച്ചയായിട്ടും അഭിമാനത്തോടെ ഇന്ത്യക്ക് വേണ്ടി അവതരിപ്പിക്കുന്നത് മലയാളത്തിന്റെ അഭിമാനമായ ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ സാർ ആകുന്നു എന്നത് എഴുതി കഴിഞ്ഞു. ഉടനെ അത് പ്രസിദ്ധീകരിക്കും. ആ പുസ്തകത്തിന് വേണ്ടി മലയാളി കാത്തിരിക്കുമെന്നാണ് എൻ്റെയും വിശ്വാസം. തീർച്ചയായിട്ടും സാറിനും എഴുത്തിനും ആ പുസ്തകത്തിനും എല്ലാ ആശംസകളും നേരുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.